ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വീഡിയോയിൽ എന്താണ് ഇന്ന് പറയുന്നത് മനസ്സിലായി കാണുമല്ലോ. എല്ലായ്പ്പോഴും ഷോൾഡറിൻ്റെ അളവ് തന്നെയാണോ ആം ഹോളിൻ്റെ അളവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊക്കെ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാനും മറക്കരുതേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് അളവുകൾ എടുക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. നമ്മൾ ഷോൾഡർ എടുക്കുന്നത് ഒരു തോളൻ്റെ മുതൽ അടുത്ത തോളല് വരെയുള്ള ലെങ്താണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ. ഇതുപോലെയാണ് നമ്മൾ ബോഡിയിൽ നിന്ന് ഷോൾഡർ അളന്നെടുക്കുന്നത്. ബാക്കിൽ നിന്ന് ഒരു തോളല് മുതൽ അടുത്ത തോളല് വരെയുള്ള ലെങ്താണ് ഷോൾഡർ എന്ന് പറയുന്നത്. ഫുൾ ഷോൾഡർ ഒരു തോളല് മുതൽ അടുത്ത തോളല് വരെയുള്ള ലെങ്താണ്. അതും ബാക്കിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അളവാണ് ഷോൾഡർ. ഇവിടെ ഞാൻ ഷോൾഡർ എന്ന് പറയുന്നത് ബോഡിയിൽ നിന്നും എടുത്ത ഷോൾഡർ എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തോളല് മുതൽ അടുത്ത തോളല് വരെ ബാക്കിൽ നിന്നും എടുക്കുന്ന അളവാണ് ഷോൾഡർ. ഞാനതിൻ്റെ ചിത്രം മുകളിൽ കൊടുത്തേക്കാം. പിന്നീട് ഷോൾഡർ 12 ഇഞ്ച്. നമ്മൾ ആം റൗണ്ട്, കൈക്കുഴിയുടെ ചുറ്റിനും എടുക്കുന്ന അളവാണ് ആം റൗണ്ട്. അതെന്ന് പറയുന്നത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാനിവിടെ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെയാണ് നമ്മൾ ആം റൗണ്ട് ചുറ്റിയെടുക്കുന്നത്. 1 ഫിംഗർ ലൂസിൽ കൈക്കുഴിയുടെ ചുറ്റിലൂടെ എടുക്കുന്നതാണ് നമ്മൾ ആം റൗണ്ടായിട്ട് അളന്നെടുക്കുന്നത്. 1 ഫിംഗർ ലൂസിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ അളവെന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. ഇവിടെ ഷോൾഡർ 12 ഇഞ്ച്, ആം റൗണ്ട് 15 ഇഞ്ച്. നമ്മൾ ഷോൾഡർ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഈ 12ൻ്റെ പകുതി 6 ഇഞ്ചാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്നത്. ആ 6 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. ചില സമയത്ത് ഈ ആം ഹോളിൻ്റെ ലെങ്തിൽ വ്യത്യാസം വരും. അതെപ്പോഴാണെന്ന് ഞാൻ പറയാം. പിന്നീട് നമ്മൾ ഈ ആം റൗണ്ട് 15 ഇഞ്ചും ഓർത്ത് വെച്ചേക്കണം. നമ്മൾ ആം ഹോളിൻ്റെ കർവൊക്കെ വരച്ച് കഴിഞ്ഞ് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കണം. ഇനി നമുക്ക് ഈ ഷോൾഡറും ആം ഹോളും ഒക്കെ എങ്ങനെയാണ് തുണിയിലേക്ക് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പേപ്പറിലാണ് കാണിക്കുന്നത്. നമ്മൾ തുണി എടുത്ത് 4ആയിട്ട് മടക്കി ഇട്ടെടുക്കണം. ഞാനിവിടെ ഇതിനു മുമ്പ് ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് തുണി 4ആയിട്ട് മടക്കി ഇടേണ്ടതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ തുണി 4ആയിട്ട് മടക്കി ഇട്ടേക്കുവാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ വീതി വശം, ഇത് നീളവശം. നമ്മൾ മടക്ക് വശം നമ്മുടെ നേർക്കാണ് വെക്കേണ്ടത്. ഇവിടെ മടക്ക് വശമാണ്. ഇതിൻ്റെ വീതി വശം, ഇതിൻ്റെ നീളവശം. നമ്മൾ ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മടക്ക് വശത്ത് നിന്നും ഷോൾഡർ നമ്മൾ എത്രയാണ്, ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് എത്രയാണ്? ഫുൾ ഷോൾഡർ ഇവിടെ 12 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6 ഇഞ്ച് ആണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്നത്. ഈ മടക്ക് വശത്ത് നിന്നും നമ്മൾ 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് ആ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്തും 6 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടുത്തെ വീതി തന്നെ കറക്റ്റ് ഇവിടെ കിട്ടുന്നതിനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് മടക്ക് വശത്ത് നിന്നും 6 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ഈ പോയിൻറ്റും കൂടെ ചേർത്ത് ഒരു ലൈൻ വരച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ലൈൻ വരച്ചെടുക്കണം. പിന്നീട് ഇവിടെ നിന്നും ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുകയും ചെയ്യണം. ഇവിടെ നമ്മൾ എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കണം. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഇവിടെ ബോഡിയിൽ നിന്ന് എടുത്ത ഷോൾഡർ, ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6 ഇഞ്ച് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ മടക്ക് വശത്ത് നിന്ന് മുകളിലായിട്ട് 6 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കും. പിന്നീട് ആം ഹോളിൻ്റെ ലെങ്തും 6 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ നിന്നും എൽ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയായിട്ട് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ നമ്മുടെ ചെസ്റ്റ് റൗണ്ട്, നമ്മൾ ബോഡിയിൽ നിന്ന് 1 ഫിംഗർ ലൂസിലെടുക്കുന്ന ചെസ്റ്റ് റൗണ്ട്, അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് വേണം നമ്മൾ ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നീട് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ ഇഷ്ടാനുസരണം 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ഈ ആം ഹോളിൻ്റെ ലെങ്ത്
പകുതി മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ ആം ഹോളിൻ്റെ ലെങ്ത് 6 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 3 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് നമുക്ക് ഈ പോയിൻറ്റും ചെസ്റ്റ് റൗണ്ടിൻ്റെ 4-1 ലൂസും കൂടെ വരുന്ന ആദ്യം വരച്ച പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റും കൂടെ വരുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് ഇങ്ങനെ വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കോൺ ഷേപ്പിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ഈ പോയിൻ്റ്, ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും കൂടെ വരുന്ന രീതിയിൽ കർവ് വരച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചാണ് വരച്ച് കാണിക്കുന്നത്. ഈ പോയിൻറ്റും ചെസ്റ്റ് റൗണ്ടിൻ്റെ 4-1 ലൂസും കൂടെ വരുന്ന പോയിൻറ്റും കൂടെ വരുന്ന രീതിയിൽ നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ആ വരച്ച കർവിൽ കൂടെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കുമ്പോഴും കണ്ടില്ലേ, ഇവിടെയായിട്ടാണ് 1 ഇഞ്ച് വരുന്നത്. പിന്നീട് നമുക്ക് ഈ കറക്റ്റാണോ ഈ ആം ഹോളിൻ്റെ കർവ് വന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനായിട്ട് നമ്മൾ ആം റൗണ്ട്, ബോഡിയിൽ നിന്ന് എടുത്ത ആം റൗണ്ട്, എങ്ങനെയാണ് ആം റൗണ്ട് എടുക്കേണ്ടതെന്ന് ഞാൻ ചിത്രത്തിൽ കാണിച്ചിരുന്നു. അങ്ങനെ എടുത്ത 1 ഫിംഗർ ലൂസിൽ നമ്മളെടുത്ത ഈ ആം റൗണ്ട് എത്രയാണ്? 15 ഇഞ്ചാണ്. ഈ 15 ഇഞ്ചിൻ്റെ പകുതി എത്ര വരും? 15/2 ചെയ്യുമ്പോൾ നമുക്ക് 7.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 7.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ എന്ന് അളന്ന് നോക്കണം. അതിനായിട്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മുകളിൽ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി വരുന്നത് നമ്മളിങ്ങനെ ടേപ്പ് ഉപയോഗിച്ച് ആ കർവിൻ്റെ ഷേപ്പിൽ നമ്മൾ വളച്ചിങ്ങനെ ഒന്ന് നോക്കണം. കണ്ടില്ലേ, കറക്റ്റ് 7.5 ഇഞ്ച് തന്നെയാണ് നമുക്ക് ആ പോയിൻറ്റിൽ വന്നിട്ടുള്ളത്. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. നമ്മൾ 1/2 ഇഞ്ച് വിട്ട് ഇതിന് ശേഷം അവിടെ നിന്നും ടേപ്പ് വെച്ച് നമുക്കിങ്ങനെ ചുറ്റിനും കൈ വെച്ച് ടേപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4-1 വന്ന ആ പോയിൻറ്റിൽ തന്നെയാണ് നമുക്ക് 7.5 ഇഞ്ചായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ആം ഹോള് കർവ് കറക്റ്റാണ്. ഇവിടെ നമുക്ക് ഷോൾഡർ 6 ഇഞ്ചും ആം ഹോളും 6 ഇഞ്ച് തന്നെ എടുത്താൽ കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഷോൾഡർ തന്നെ, ഇവിടെ ഷോൾഡർ 6 ഇഞ്ച്, ഇവിടെ ആം ഹോള് 6 ഇഞ്ച് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ചില സമയത്ത് ഷോൾഡർ തന്നെ ആം ഹോളായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ആം ഹോളിൻ്റെ നമ്മളിങ്ങനെ അളന്ന് നോക്കുമ്പോൾ ഒന്നുകിൽ ഇപ്പം 7.5 ഇഞ്ച് വരേണ്ടടുത്ത് നമുക്ക് 7 ഇഞ്ച് ചില സമയത്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ 7 ഇഞ്ചേ കിട്ടത്തുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ അളന്ന് നോക്കുക. നമുക്കിവിടെ കറക്റ്റ് 7.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 7 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ ഉള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ കറക്റ്റാണ്. ചില സമയത്ത് നമുക്ക് ചില ബോഡിയുടെ വ്യത്യാസമനുസരിച്ച് ചിലപ്പോൾ ഈ ഷോൾഡർ തന്നെ നമ്മൾ ആം ഹോളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ആം റൗണ്ട് നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. ഇവിടെ 7.5 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. എങ്കിലും നമുക്ക് 7 ഇഞ്ച് കിട്ടിയിട്ടുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആം ഹോളിൻ്റെ ലെങ്ത് 6 ഇഞ്ചിൽ നിന്ന് നമുക്കൊരു 6.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. 6 ഇഞ്ചല്ല, 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് ചെസ്റ്റ് റൗണ്ട് നേരത്തെ ബാക്കിയെല്ലാം അതുകൂട്ട് തന്നെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4-1 തയ്യൽ തുമ്പും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ആം ഹോളിൻ്റെ ലെങ്ത് ഇവിടെ എത്ര? 6.5 ഇഞ്ചാണ്. നേരത്തെ നമ്മൾ 6 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തത്, ഇപ്പോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുവാണ്. അന്നേരം നമ്മൾ ഈ 6.5 ഇഞ്ചിൻ്റെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 3.25 ഇഞ്ചാവും അന്നേരത്തേക്ക്. നമുക്ക് നേരത്തെ 3 ഇഞ്ചായിരുന്നു, ഇപ്പം 3.25 ഇഞ്ചായി. പിന്നീട് ഇവിടെ നിന്നും നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്ത് കോൺ ഷേപ്പിൻ്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ 3.25 ഇഞ്ചിൽ നിന്നും ഈ 1 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് താഴെയുള്ള ചെസ്റ്റ് റൗണ്ടിൻ്റെ 4-1 ലൂസിലേക്കുമാണ് നമ്മൾ കർവ് വരച്ച് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? നമ്മൾ ആം റൗണ്ട് കറക്റ്റ് കിട്ടുന്നില്ലെങ്കിലുള്ള കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പം ആം റൗണ്ട് നമുക്ക് ഒരു 7.5 ഇഞ്ചാണ് വേണ്ടത് നമുക്ക്. പക്ഷേ 7.5 ഇഞ്ചിൽ കൂടുതൽ 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടുന്നത്. ചെസ്റ്റ് റൗണ്ടിൻ്റെ 4-1 ലൂസും കൂടെ വരുന്ന പോയിൻറ്റിൽ നമുക്ക് 8 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിൻറ്റ് കുറച്ച് മുകളിലേക്ക് 1/2 ഇഞ്ച് കുറച്ച്, നമ്മളിപ്പോൾ ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ആം റൗണ്ട് 6 ഇഞ്ച് തന്നെ, ആം ഹോളും ലെങ്തും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് നമ്മളിതെല്ലാം വരച്ചെടുത്ത് നമ്മൾ അളവ് നോക്കുകയാണ്. നമുക്ക് 7.5 ഇഞ്ചാണ് ആം റൗണ്ട് കിട്ടേണ്ടത്. പക്ഷെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6 ഇഞ്ച് എന്നുള്ളത് നമ്മൾ 5.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം. ആം ഹോളിൻ്റെ ലെങ്ത് 5.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് ലൈൻ വരച്ചെടുത്തതിന് ശേഷം
അവിടെ വേണം നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ലൂസും എല്ലാം കൂടെ മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. പിന്നീട് ഇവിടെ നിന്ന് നമ്മൾ കോൺ ഷേപ്പിൻ്റെ അവിടെ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ചെസ്റ്റ് റൗണ്ടും 4/1 നമ്മൾ അന്നേരം ഇവിടെ 5.5 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തത്. നമ്മൾ നേരത്തെ 6 ഇഞ്ച് മാർക്ക് ചെയ്തപ്പോഴാണ് അതിൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇപ്പോൾ 5.5 ഇഞ്ചാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5.5 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മളിവിടെ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് ആ 2.25 ഇഞ്ചും നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത കോൺ ഷേപ്പിൻ്റെ അവിടെ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റും ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 കൂടെ വരുന്ന രീതിയിൽ കർവ് വരച്ച് കൊടുക്കണം. അങ്ങനെ വരച്ച് കൊടുത്ത് നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട അളവ് തന്നെ കിട്ടും. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് തന്നെ ആം ഹോളിൻ്റെ ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് ആം റൗണ്ടിൻ്റെ പകുതി, ഇവിടെ ആം റൗണ്ട് 15 ഇഞ്ചാണ്, 7.5 ഇഞ്ച് കിട്ടണം. എന്നിട്ട് നമുക്ക് 7.5 ഇഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാൽക്കുലേഷൻ കറക്റ്റാണ്. എങ്കിൽ 7.5 ഇഞ്ചിൽ കുറവാണ് വരുന്നത്. ഇപ്പം 7.5ക്ക് പകരം 7 ഇഞ്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ താത്ത് ഈ ലൈൻ വരച്ച് മാർക്ക് ചെയ്ത് അളന്ന് നോക്കണം. എങ്കിൽ 7.5 ഇഞ്ച് കിട്ടേണ്ടടുത്ത് നമ്മൾ 7.5 ഇഞ്ച് കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ ഈ ലൈൻ്റെ ലെങ്ത് കുറയ്ക്കണം. ഇപ്പോൾ മനസ്സിലായല്ലോ? എല്ലായ്പ്പോഴും ഷോൾഡർ തന്നെയല്ല ആം ഹോളായിട്ട് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് ഈ ആം റൗണ്ട് അളന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതലും നമ്മൾ ഷോൾഡർ തന്നെയാണ് ആം ഹോളിൻ്റെ ലെങ്തായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ചില ബോഡി ടൈപ്പിൽ ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. എല്ലായ്പ്പോഴും ഫുൾ ഷോൾഡറിൻ്റെ പകുതിയല്ല നമ്മൾ ഷോൾഡറായിട്ട് തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ബാക്ക് നെക്ക് ലെങ്തിനനുസരിച്ച് വ്യത്യാസം വരും. 2.5 ഇഞ്ച് വരെ ഉള്ളപ്പോഴാണ് നമ്മളിവിടെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി ഷോൾഡറായിട്ട് എടുത്ത് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് ലെങ്ത് കൂടുന്നതനുസരിച്ച് ഷോൾഡറിലും വ്യത്യാസം വരും. അത് പ്രത്യേക ഒരു വീഡിയോ ഞാൻ ചെയ്യാം. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.